ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇന്ന് അവിടെ ഷെയർ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇസ് അനലൈസ് ദ പാർട്ട് ഓഫ് ദ പാംലെറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നൽകിയിരിക്കുന്ന ലഘുലേഖ ഭാഗം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക. ഓക്കെ, എന്താണ് ലഘുലേഖ തന്നിരിക്കുന്നത് നോക്കിക്കേ. The disease can be transmitted by the sharing needle and syringe contaminated with HIV components. HIV ഘടകങ്ങൾ ഉള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ ഈ രോഗം പകരാം. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം എന്താണ് ഈ രോഗം, ഏതാണ് ഈ രോഗം. ഓക്കെ, നമുക്കറിയാം HIV എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഏതാണ് രോഗം? ഏതാണ് രോഗം? നമുക്കറിയാം, വളരെ സിമ്പിൾ ആണ്. HIV എന്ന് കണ്ടു കഴിഞ്ഞാൽ HIV പാത്തജൻ ആയിട്ടുള്ള രോഗം ഏതാണ് ആ രോഗം? എയ്ഡ്സ് രോഗമാണ്. എയ്ഡ്സ്. ഓക്കെ, എയ്ഡ്സ് ആണ് ഈ രോഗം. ഇനി ഹൗ ഡസ് ദിസ് ഡിസീസ് അഫക്ട് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ദ ബോഡി? ഈ രോഗം ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്നത് എങ്ങനെയാണ് ബാധിക്കുക? നോക്കിയേ, ഇപ്പൊ നമുക്കറിയാം എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താ മക്കളെ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ, ഈ എയ്ഡ്സിന്റെ പാത്തജൻ ആണ് HIV അഥവാ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതായത് ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലേ, ഇമ്മ്യൂണോ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയും, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറവ്. അപ്പോൾ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയുടെ കുറവ്, വൈറസ്. അങ്ങനെ കോസ് ചെയ്യുന്ന വൈറസ് ആണ് HIV. ക്ലിയർ അല്ലേ? ഇനി ഈ HIV നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ ബോഡി പട്ടാളക്കാരുണ്ട് മക്കളെ. നമ്മുടെ ബോഡിയിൽ നമ്മുടെ പട്ടാളക്കാരുണ്ട്. നമ്മുടെ രാജ്യം കാക്കുന്നവരാരാ? പട്ടാളക്കാരല്ലേ? അല്ലേ? അതേപോലെ നമ്മളെ ബോഡീനെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരുണ്ട്. അവരാണ് നമ്മുടെ ബോഡിയിലെ ഡിഫെൻസ് സെൽസ് അഥവാ ലിംഫോസൈറ്റ്. ഡിഫെൻസ് സെൽസ്, നമ്മുടെ ബോഡിയിലെ ഡിഫെൻസ് സെൽസ് അല്ലെങ്കിൽ പ്രതിരോധ കോശമാണ് ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ്. ഓക്കെ, ഈ ലിംഫോസൈറ്റ് നോക്ക്, നമ്മുടെ ബോഡിയിലേക്ക് ഈ HIV ബോഡി കയറി കഴിഞ്ഞാൽ ഈ ലിംഫോസൈറ്റുകളുടെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഈ വൈറസ് പെരുകും, മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമ്മുടെ ലിംഫോസൈറ്റിന്റെ എണ്ണം കുറയൂലേ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലിംഫോസൈറ്റുകൾ ഇവർ നശിപ്പിക്കും. ഓക്കെ, ഈ HIV വൈറസ് നമ്മുടെ ബോഡി കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡിഫെൻസ് സെല്ല്, നമ്മുടെ ലിംഫോസൈറ്റിനെ ഇവര് നശിപ്പിക്കും. അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലിംഫോസൈറ്റുകളല്ലേ നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നത്? നമുക്ക് പ്രതിരോധം തരുന്നത് ആരാ? ലിംഫോസൈറ്റുകളല്ലേ? അപ്പോൾ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയോ കൂടുവോ? ഇമ്മ്യൂണിറ്റി കുറയും, നമ്മുടെ പ്രതിരോധ ശേഷി കുറയും. അങ്ങനെയാണ് ഇത് നമ്മുടെ ബോഡീൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രതിരോധ ശേഷിയെ അഫക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. അതിൻ്റെ വൈറസ് ആണ് HIV. നമ്മുടെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഡിഫെൻസ് സെല്ലായിട്ടുള്ള ലിംഫോസൈറ്റുകളെ നശിപ്പിക്കും. ലിംഫോസൈറ്റുകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഗണ്യമായി കുറയും. അങ്ങനെയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്നത്. ഓക്കെ.